മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്ന ഉമ്മ ബാപ്പമാരോടാണ്. ഇന്ന് രാവിലെ വേദനയോടെ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് ഒരുപാട് കരയാണ്. എൻ്റെ ജ്യേഷ്ഠനോട് ഉമ്മാക്ക് പ്രത്യേക സ്നേഹമാണ്. ഞാൻ ഫോൺ ചെയ്താൽ എടുക്കുക പോലുമില്ല. എൻ്റെ ജ്യേഷ്ഠൻ ഫോൺ ചെയ്യുകയാണെങ്കിൽ പഠിച്ചോനെ എൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഉമ്മ വല്ലാത്തൊരു പൊലിപ്പിക്കലാണ്. ഉമ്മയല്ലേ? ഈ ഒരു വേദന നേരിടുന്ന അനേകം പ്രവാസികൾ ഈ ലോകത്തുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യഅ്ദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ ആണാവട്ടെ പെണ്ണാവട്ടെ, പെൺമക്കളുടെ ഭർത്താവട്ടെ ആൺമക്കളുടെ ഭാര്യയാവട്ടെ, പെൺമക്കളുടെ മക്കളാവട്ടെ ആൺമക്കളുടെ മക്കളാവട്ടെ, എല്ലാവരെയും ചേർത്ത് നിർത്താൻ ഒരേ കണ്ണുകൊണ്ട് മാതാപിതാക്കൾക്ക് കഴിയുമ്പോഴാണ് മക്കൾക്കിടയിൽ കാലിനടിയിൽ സ്വർഗം കൊണ്ട് നടക്കുന്ന ഉമ്മയാകുന്നത്, സ്വർഗത്തിൻ്റെ മധ്യ കവാടം ഉപ്പയാകുന്നത്. അത്രയും വലിയ അള്ളാഹു സ്ഥാനം നൽകി ആദരിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും മക്കൾക്കിടയിൽ വിവേചനം കാണിക്കരുത്. അവർ ഏറ്റവും മോശം ഉമ്മയും ബാപ്പയുമാണ്. ആ പേരിന് തന്നെ അവർ അർഹരല്ല എന്നാണ് കിതാബുകളിലൊക്കെ കാണുന്നത്. മഹാനായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം ഹദീസിൽ പറയുന്നുണ്ട്. ബഷീർ എന്ന തൻ്റെ പിതാവ് നുഅ്മാൻ എന്നവർക്കൊരു സമ്മാനം വാങ്ങി കൊണ്ടുവരികയാണ്. അപ്പോൾ ഭാര്യയായ അംറ ബിൻത്ത് റവാഹക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നുഅ്മാൻ എന്നവരുടെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല ബഷീർ എന്ന ഉപ്പ ഈ ഒരു സംഭവം ചെയ്തത്. എൻ്റെ റസൂല് ഇത് അംഗീകരിച്ചാലേ എനിക്കത് പൊരുത്താവുള്ളൂ, മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ, കാരണം നിങ്ങൾക്ക് വേറെയും മക്കളില്ലേ. അപ്പോൾ മഹാനായ ബഷീർ റളിയല്ലാഹു അൻഹു അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കൽ ചെന്നിട്ട് കാര്യം പറഞ്ഞു. അപ്പോഴാണ് ഈ ഹദീസ് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്, യഅ്ദിലു ബൈന ഔലാദിക്കും ഫത്തഖുല്ലാഹ്, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പുലർത്തണം, ഇല്ലെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചോളിട്ടോ. ആ ഒരു വാക്കിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചില മാതാപിതാക്കൾ നരകത്തിലാണ്. എത്ര ഇബാദത്ത് ചെയ്താലും അവർ നരകത്തിൻ്റെ അവകാശികളാണ്. മക്കൾക്കിടയിൽ നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ, നല്ല തെർബിയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ. ചില ഉമ്മമാരുണ്ട്, പെൺമക്കൾ ഗൾഫിലേക്ക് പോവുകയാണ്, അവരുടെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോവുകയാണെങ്കിൽ വലിയ സന്തോഷമാണ്, ആഹാ തുള്ളിച്ചാടും. എന്നാൽ ആൺമക്കളുടെ ഭാര്യമാർ ഗൾഫിലേക്ക് പോവുകയാണെങ്കിലോ, ഓഹോ, ഈ ഒരവസ്ഥ പാടില്ല. ഒരിക്കലും നെറ്റി ചൊടിക്കരുത്. മക്കൾക്കിടയിൽ ഉള്ള മോൻ്റെ മക്കളാണെങ്കിലും ഇല്ലാത്ത മോൻ്റെ മക്കളാണെങ്കിലും ആൺമക്കളുടെ മക്കളാണെങ്കിലും പെൺമക്കളുടെ മക്കളാണെങ്കിലും ഇവരുടെ ഇടയിൽ നീതി പുലർത്താൻ ഉമ്മാക്ക് വാപ്പാക്ക് കഴിയുന്നോ എന്നാൽ നിങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അനിഷ്കുർലി വലി വാലിദൈക്. ആ വാലിദൈ എന്ന സ്ഥാനം ഏറ്റവും അള്ളാഹു കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം നിങ്ങൾക്കാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. ഉമ്മ മക്കൾക്കിടയിൽ കാലിനടിയിൽ സ്വർഗം കൊണ്ട് നടക്കാൻ അള്ളാഹു ആ മഹത്തായ ഭാഗ്യം നൽകിയിട്ടുണ്ട്. അത് ഏത് ഉമ്മയാണ്? മക്കൾക്കിടയിൽ നീതി പുലർത്തുന്ന ഉമ്മയാണ്. വാപ്പ സ്വർഗത്തിൻ്റെ മധ്യ കവാടാണ്. ആ സ്ഥാനം അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ഏത് ഉപ്പയാണ്? മക്കൾക്കിടയിൽ നീതി പുലർത്തുന്ന, മക്കളൊക്കെ ഒരേ കണ്ണുകൊണ്ട് കാണുന്ന ഉമ്മയും വാപ്പയുമാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ എൻ്റെ ഉമ്മയോടും എൻ്റെ ഉപ്പയോടും മാതാപിതാക്കളോടൊക്കെ പറയാനുള്ളത്, മക്കളെ വേർതിരിച്ച് കാണരുത്. ഫത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണേ.